ഹായ്, പണ്ട് ഉള്ളു തുറന്നിട്ട് എഴുതിയിരുന്ന കത്തും ചെറിയ ഡയറി കുറിപ്പുകളും ഒക്കെ പോലെ ഇന്ന് നമുക്കതിനൊന്നും നേരമില്ല എന്നാണോ? അല്ലെങ്കിൽ ജേർണലും ടു ഡു ലിസ്റ്റും ഒക്കെ ആയിട്ട് എല്ലാവരും എഴുതുന്നത് ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കൊതിയാവുന്നുണ്ടാവും. നിങ്ങൾക്കും കഴിയുമെന്നേ. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ തോന്നിയ ചെറിയ ചെറിയ ആശയങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അതിനൊരവസരമില്ലെന്നാണോ? നമുക്ക് അവസരം ഉണ്ടാക്കാം. നമ്മൾ ഇതിൻ്റെ താഴെ ഇനിയിപ്പോൾ അതിന് വേറെ ഒരു പ്ലാറ്റ്ഫോം ഒന്നും നമ്മൾ നോക്കണ്ട. ഈ വീഡിയോയുടെ താഴെ ഒരു കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന എന്തിനെക്കുറിച്ചും ഒരു നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു 3-4 സെൻറ്റൻസ് നല്ലൊരു വാചകമായിട്ട് ഒന്ന് എഴുതി നോക്കിക്കേ. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ഒരാളെ നമുക്ക് പിക്ക് ചെയ്ത് അവർക്കൊരു സ്നേഹ സമ്മാനം ഞാൻ അയച്ചു കൊടുക്കും. ബാക്കി ആരും മോശമല്ല എന്നല്ല കേട്ടോ, പറ്റുന്ന രീതിയിൽ എല്ലാവരും എഴുതുക. നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ഇതൊരു മത്സരമായിട്ടെന്നല്ല, പക്ഷേ എത്രത്തോളം നമുക്കതിന് പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉള്ളപ്പം ഒരു ആൾ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ നമുക്കതിനൊരു സമ്മാനം കിട്ടും, അല്ലെങ്കിൽ അത് കാണാനും നോക്കാനൊക്കെ ഒരാളുണ്ടെന്ന് പറയുന്ന ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടങ്ങാം. എൻ്റേതിൽ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തവരാണ്, പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ നമുക്കതൊന്ന് എഴുതി തുടങ്ങാൻ സാധിക്കും. ഇതൊരു തുടക്കമാകട്ടെ. ഇതിങ്ങനെ എഴുതി നല്ലൊരു രീതിയിൽ പോവുകയാണെങ്കിൽ മുമ്പോട്ട് നമുക്ക് പല പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുമിച്ച് നമുക്ക് എഴുതി തുടങ്ങാം. നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ എന്തൊക്കെ നന്മകളും കഴിവുകളും ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ എഴുത്ത് നമ്മളെ സഹായിക്കും. അത് വലിയ വലിയ എഴുത്തുകളോ കൃതികളോ ഒന്നും ആവണമെന്നില്ല. നമ്മളൊരു ആത്മപരിശോധന നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വാക്കെങ്കിലും എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് എഴുതുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്കിടെ എഴുത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. നവംബർ 23 വരെ ഈ വീഡിയോയ്ക്ക് താഴെ വേണം കേട്ടോ കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ കത്തിനുള്ള മറുപടി നിങ്ങളിൽ നിന്ന് വരുമെന്ന പ്രതീക്ഷയോടുകൂടി സ്വന്തം കണ്ടക്കാമ്പി.